യുക്രൈൻ യുദ്ധഭൂമിയിലെ രക്തച്ചൊരിച്ചിലിനൊപ്പം തന്നെ ആഗോളതലത്തിൽ നയതന്ത്ര യുദ്ധവും അതീവ സങ്കീർണമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. യുക്രൈനിലെ സ്റ്റാരോ ബെൽസ് കോളേജിന് നേരെ നടന്ന മാരകമായ ആക്രമണത്തെ മുൻനിർത്തി ഐക്യരാഷ്ട്രസഭയിൽ റഷ്യ ഉയർത്തിയ കടുത്ത ആരോപണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പോരാട്ടത്തിന് വഴി തുറന്നിരിക്കുകയാണ്. യുഎന്നിലെ റഷ്യൻ പ്രതിനിധി വാസിലി നെബൻസിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിക്കും അദ്ദേഹത്തിന്റെ സർക്കാരിനുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക യോഗത്തിൽ ആഞ്ഞടിച്ചത്. ഈ ആക്രമണം സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് റഷ്യ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. സ്റ്റാരോ ബെൽസ് കോളേജിന് നേരെയുണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ കൗമാരക്കാരായ പെൺകുട്ടികൾക്കടക്കം നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയാണ് റഷ്യ തങ്ങളുടെ നിലപാട് കടുപ്പിച്ചത്. ആക്രമണത്തിൽ 21 നിരപരാധികളായ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്നാണ് റഷ്യൻ ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. മരിച്ചവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥിനികളായിരുന്നുവെന്നത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ മുൻ പൗരന്മാരെയും സ്വന്തം സഹോദരങ്ങളെയുമാണ് യുക്രൈൻ സൈന്യം ക്രൂരമായി വേട്ടയാടുന്നതെന്ന് നെബൻസിയ ഐക്യരാഷ്ട്രസഭയിൽ വികാരധീനനായി കുറ്റപ്പെടുത്തി. മുൻപ് തങ്ങളോടൊപ്പം ഒരേ രാജ്യത്തിൽ കഴിഞ്ഞിരുന്ന ജനവിഭാഗങ്ങളെ ഇപ്പോൾ ശത്രുക്കളായി കണ്ട് യുക്രൈൻ ഭരണകൂടം ബോധപൂർവം ആക്രമിക്കുകയാണെന്നാണ് റഷ്യയുടെ പ്രധാന ആരോപണം. റഷ്യൻ അനുകൂല മേഖലകളിലെയും റഷ്യയോട് ചേർന്ന പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങളെ ഭയപ്പെടുത്താനും വകവരുത്താനുമാണ് കീവ് ഭരണകൂടം ശ്രമിക്കുന്നത്. സൈനികമായ ലക്ഷ്യങ്ങളില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് യുദ്ധക്കുറ്റത്തിന്റെ പരിധിയിൽ വരുമെന്നും നയതന്ത്ര ചർച്ചകളിൽ റഷ്യ വാദിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളും ആഗോള മാധ്യമങ്ങളും പുലർത്തുന്ന നിശബ്ദതയ്ക്കെതിരെ റഷ്യൻ പ്രതിനിധി അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. റഷ്യൻ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ റഷ്യൻ നിയന്ത്രണത്തിലുള്ള ജനവാസ മേഖലകളിലോ ഉണ്ടാകുന്ന യുക്രൈൻ ആക്രമണങ്ങളെ പാശ്ചാത്യ മാധ്യമങ്ങൾ മനഃപൂർവ്വം അവഗണിക്കുകയോ വാർത്താ പ്രാധാന്യം കുറയ്ക്കുകയോ ചെയ്യുന്നുവെന്നാണ് ആരോപണം. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഇത്തരം ഇരട്ടത്താപ്പ് യുക്രൈന്റെ ക്രൂരതകൾക്ക് മറക്കുട പിടിക്കുന്നതിന് തുല്യമാണെന്ന് നെബൻസിയ തന്റെ പ്രസംഗത്തിൽ തുറന്നടിച്ചു. യുക്രൈൻ സൈന്യത്തിന്റെ ഡ്രോൺ ഓപ്പറേറ്റർമാർ അതീവ ക്രൂരവും ആസൂത്രിതവുമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് റഷ്യൻ പ്രതിനിധി ആരോപിച്ചു. സൈനിക താവളങ്ങളെയോ യുദ്ധമുന്നണികളെയോ ലക്ഷ്യം വെക്കുന്നതിന് പകരം കുട്ടികളും സ്ത്രീകളും ഒത്തുകൂടുന്ന സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ തുടങ്ങിയ സിവിലിയൻ കേന്ദ്രങ്ങളെയാണ് യുക്രൈൻ ഡ്രോണുകൾ വേട്ടയാടുന്നത്. ഡ്രോൺ ക്യാമറകളിലൂടെ താഴെയുള്ളത് സാധാരണക്കാരാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും അവർ ബോധപൂർവം ബോംബുകൾ വർഷിക്കുകയാണെന്ന് റഷ്യ കുറ്റപ്പെടുത്തുന്നു. അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെയും റഷ്യൻ നയതന്ത്രജ്ഞൻ വലിയൊരു വെല്ലുവിളി ഉയർത്തുകയുണ്ടായി. യുക്രൈൻ നൽകുന്ന ഏകപക്ഷീയമായ വാർത്തകൾ മാത്രം നൽകുന്നതിനു പകരം രാജ്യാന്തര മാധ്യമ പ്രവർത്തകർ നേരിട്ട് സ്റ്റാരോ ബെൽസ് കോളേജ് ആക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവിടെ തകർന്നടിഞ്ഞ ക്ലാസ് മുറികളും കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ ചോരപ്പാടുകളും നേരിട്ട് കണ്ട് ലോകത്തോട് സത്യാവസ്ഥ വിളിച്ചു പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് നെബൻസിയ ചോദിച്ചത്. ഈ സംഭവത്തോടെ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന വിവര സാങ്കേതിക പ്രചാരണ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇരുപക്ഷവും തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ ലോകത്തിനു മുന്നിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. റഷ്യയുടെ ഈ പുതിയ നീക്കം യുക്രൈന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന മാനുഷിക പരിഗണനകളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യങ്ങളോടെയുള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന അത്യാധുനിക ആയുധങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് യുക്രൈൻ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതെന്ന ആരോപണം ശക്തമാക്കാൻ റഷ്യ ഈ സാഹചര്യം ഉപയോഗിക്കുന്നുണ്ട്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നൽകുന്ന പണം ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് മോസ്കോയുടെ ശ്രമം. ഇത് പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ളിൽ യുക്രൈൻ സഹായത്തിനെതിരെ പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ ഇടയാക്കുമെന്നും റഷ്യ കരുതുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയിൽ റഷ്യ ഉയർത്തിയ ഈ കടുത്ത ആരോപണങ്ങൾ യുക്രൈനെ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തങ്ങൾ സൈനിക ലക്ഷ്യങ്ങളെ മാത്രമാണ് ആക്രമിക്കുന്നതെന്നും റഷ്യൻ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നുമാണ് യുക്രൈന്റെ പരമ്പരാഗതമായ മറുപടി. എന്നാൽ വിദ്യാലയങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും പുറത്തു വരുമ്പോൾ അത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമാകുന്നുണ്ട്. നയതന്ത്ര തലത്തിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ ഈ സംഭവം കാരണമായി. സമാധാന ചർച്ചകൾക്കുള്ള എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇരുപക്ഷവും ഇപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നത്.
അന്താരാഷ്ട്ര വേദികളിൽ പരസ്പരം യുദ്ധക്കുറ്റവാളികളായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. സ്റ്റാറോ ബെൽസ് കോളേജ് ആക്രമണത്തെ ചൊല്ലി ഐക്യരാഷ്ട്രസഭയിൽ ഉയർന്ന വാദപ്രതിവാദങ്ങൾ കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള വലിയൊരു നയതന്ത്ര യുദ്ധത്തിന്റെ ഭാഗമാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും യുക്രൈൻ പ്രതിസന്ധിയുടെ ഭാവി. സാധാരണക്കാരുടെ ജീവൻ പണയപ്പെടുത്തിയുള്ള ഈ യുദ്ധം ലോക സമാധാനത്തിന് വലിയൊരു ഭീഷണിയായി തുടരുകയാണ്.